കനകം വൈകിട്ടേ കേശുവിനോട് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയണം. അമ്മ ഞാൻ പോയിട്ട് പറയണേ കടയില്. വേണ്ട, അവൻ വണ്ടി എടുത്തോണ്ട് പൊക്കോളും, നീ പോവണ്ട. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ലല്ലോ. എന്നാ പാറു? എന്നെ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. എന്തോന്ന്? അമ്മുമ്മ എന്നെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാൻ പോവാന്ന്. അത് നീയേ അവര് പറയുന്നൊന്നും കേക്കത്തില്ലല്ലോ, അതുകൊണ്ടാ. അമ്മുമ്മേന്റെ ക്യാരക്ടർ അങ്ങനെ പോയി. ക്യാരക്ടറൊക്കെ മാറ്റാൻ പറ്റും. അതൊക്കെ ഭയങ്കര പാടാ അമ്മുമ്മേ. ഒരു പാടും ഇല്ല. അതുകൊണ്ടാ നിന്നെ കൊടുത്തിട്ട് പൂച്ചയും കാക്കയൊക്കെ മേടിക്കാൻ പോകുന്നത്. പൂച്ചയും കാക്കയോ? നിന്നെ കൊടുത്താ അതൊക്കെ കിട്ടത്തുള്ളൂ. അമ്മുമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അമ്മുമ്മ എന്നെ അങ്ങ് മേടിക്കണം. അയ്യോ, എനിക്ക് വയസ്സാം കാലത്ത് നിന്റെ പുറകെ നടന്ന് ഓടിയേ എന്റെ നടു കളയാനൊന്നും വയ്യ മക്കളെ. അമ്മുമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാ, പക്ഷെ നിന്നെ ഇപ്പൊ എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇങ്ങോട്ട് മാറും. കനകാന്റി അവർക്ക് പൈസ കൊടുക്കണം, എന്നിട്ട് എന്നെ മേടിക്കണം. എന്നിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. പാറു ഇപ്പൊ എനക്ക് വേണ്ടാം പാറു. എന്നെ ഇഷ്ടമല്ല ആന്റിക്കും. എനക്ക് ഒന്നെ ரொம்ப പിടിക്കും, ആനാലും വേണ്ട. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേ? ഇപ്പൊ മനസ്സിലായ ഈ വീട്ടില് ആർക്കും നിന്നെ വേണ്ട. ചേച്ചി പിന്നെ നമുക്ക് ആ ഓൺലൈൻ ഗീവ് അവേയുടെ കാര്യം ഒന്ന് ഇരുത്തി ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, അതങ്ങ് ഫിക്സ് ചെയ്. ഓക്കെ. എന്തോന്ന് ഗീവ് അവേയോ? ഗീവ് അവേ അല്ല, ഗീവ് അവേ. നമുക്ക് ഇഷ്ടമുള്ള സാധനം മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. വേറെ മക്കളെ ഒന്ന് ചിരിച്ചടാ. ചിരിക്കത്തില്ല. ശരി അങ്ങട് ആ പുഴുപ്പല്ലൊക്കെ കാണണ്ട എല്ലാരും. വേണ്ട, ചിരിക്കണ്ട. ചിരിക്കാതെ വെച്ചൊന്ന് ക്യാപ്ഷൻ കൊടുക്കാം. എന്തോത്തിനാടാ ഇത്? ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യേ. നമ്മൾ ഈ ഗിവ് അവേ കൊടുക്കുമ്പോഴേ പിന്നെ പോസ്റ്റ് ചെയ്താൽ അവർ ഓൺലൈൻ വഴി ഒന്ന് മേടിച്ചോണ്ട് പൊക്കളും. ഓൺലൈനൊക്കെ ഗീവ് അവേ മേടിക്കൂ? പിന്നെ അമ്മൂമ്മ കൊടുക്കണോ? ചിരി. അത് തന്നെ, എന്നെ ഇവിടെ നിർത്തിയിട്ട് അമ്മമ്മ കൊടുക്കും. അത് വേണ്ട, നിന്നെ തന്നെ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആരെയും കൂടെ പോകത്തില്ല. യേശുവേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, എനിക്ക് എന്തായാലും ഇവിടെ പുറകെ നടക്കാൻ വയ്യ. ഞാൻ എന്താ പോസ്റ്റ് ചെയ്തു. എന്റെ പൊന്നു മക്കളെ പാറുവേ, ഇനി നീ വളർന്നൊരുങ്ങി നീ എന്തായാലും നന്നാവാൻ പോണില്ല. അതുകൊണ്ട് നമ്മൾ നടന്ന് നമ്മുടെ ഊപ്പാടൊന്നും വരത്തേ ഉള്ളൂ നിന്റെ പുറകെ. വയ്യടി, പ്രായമായി. കണ്ടാ മുടിയൊക്കെ നരച്ച്. ചേച്ചിയാണെങ്കിൽ മുടി നരച്ചിട്ട് മറയ്ക്കാൻ വേണ്ടി കളറടിച്ച് അടക്കിയാണ്. വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോ. അമ്മൂമ്മ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? കറിയൊന്നും വെക്കുന്നില്ലയോ? കറി വെക്ക്. അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കനകാന്റി എന്നെ കൂപ്പിടാതെ തിട്ട് വാങ്ങ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേച്ചേ ഇവിടെ അപ്പുറത്തിട്ട് ഇതെന്താ ഒരു പരിപാടി ഉണ്ടോ? കൂടെ പിടിച്ചോ. എന്ത് പരിപാടി? അവളെ അളക്കാനാണോ? പിന്നല്ല. എന്നാ പിടിക്കാം. ചേച്ചേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓൺലൈൻ പരിപാടി ഏക്കൊന്ന്. അപ്പൊ ആള് സെറ്റായ? ആള് സെറ്റ് ആവുകയും ചെയ്ത് അവര് നമുക്ക് പാറുവിന് പകരം എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് ഒരു സാധനം അയക്കുകയും ചെയ്ത്. സാധനം അയച്ചോ? പിന്നെ അതല്ലേ ഞാൻ ഭയങ്കര അതിശയപ്പെട്ടു. ഇതാ വലിയ പെട്ടി. എന്തുവാണ് അതില്? എന്തുവാണെന്നൊന്നും പറഞ്ഞു, ഞാൻ തുറന്നു നോക്കിയില്ല. എന്തായാലും അവര് ബോംബെക്കാരാ. ഈ വിഭൂതി ഭൂഷൺ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവളെയും നമുക്ക് അങ്ങോട്ട് പറഞ്ഞിടണ്ടേ? പിന്നെ പെട്ടെന്ന് പാക്ക് ചെയ്യണം. ഇവരെങ്ങനെ പാക്ക് ചെയ്തു അതേപോലെ പാക്ക് ചെയ്യണം. ചേട്ടാ എത്ര വലിയ കാർഡ്ബോർഡ് ബോക്സ് തപ്പണല്ലോ. എന്തായാലും നീ അത് പൊട്ടിച്ചു നോക്ക്. ഇതാ പൊട്ടിച്ചു നോക്കാമല്ലോ. ഓ മൈ ഗോഡ്. എന്താടാ?
ബോൾ പെൻ. പാറുവിന് പോലും ഇങ്ങനത്തെ ഒരു പേന കിട്ടും ഞാൻ ജന്മത്ത് പോലും വിചാരിച്ചില്ല. വി ആർ വെരി ലക്കി. ചേട്ടാ ഈ പേനയ്ക്ക് പകരമാണ് എന്നെ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ലാഭായില്ലേ പാറു? ഈ പേന ഉണ്ടല്ലോ നമുക്കൊരു 3 മാസം വരെ ഉപയോഗിക്കാം. സത്യം പറഞ്ഞ പാർവേ, ഈ പേന അടപ്പ് മാത്രം വന്നായിരുന്നെങ്കിൽ പോലും നിന്നെ ഞാൻ പാക്ക് ചെയ്ത് വിട്ടേനെ. ഇതിപ്പോ ഫുൾ പേന വിത്ത് മഷി. ജീവവേന്ന് പറഞ്ഞിട്ടും നമുക്ക് സാധനം റിട്ടേൺ കിട്ടി. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ പോത്തില്ല. പോത്തില്ലെന്നാ? നമ്മൾ ഓർഡർ ചെയ്ത് സാധനം മേടിച്ച് ഇനി നിന്നെ അവിടെ കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ ചുമ്മാ പറഞ്ഞാന്ന്. ശരിക്കും ഉള്ളതാണോ? പിന്നെ അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് സാധനം മേടിച്ചിട്ട് നമ്മളപ്പോ തിരിച്ചു അങ്ങോട്ടും കൊടുക്കണ്ടേ? യേശുവേ അപ്പൊ എങ്ങനെയാ പാക്ക് ചെയ്യല്ലേ? പാക്ക് ചെയ്യാം. സാധനമൊക്കെ സെറ്റ് ചെയ്യട്ടാ. ആ ഞാൻ ഇവളുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ഡ്രസ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ആ അതെല്ലാം പോട്ടെ, അങ്ങോട്ട് കൊറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എല്ലാം കൊടുക്കാന്ന്. ശരി, അങ്ങനെ ആവട്ടെ. ആ ചേച്ചി എന്തോന്ന് ചേച്ചിക്ക്? ഒരു മിനിറ്റ്, ഞാനേ അഡ്രസ്സിന്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. ഓ കേശു, നമുക്ക് നിർത്തിയാലോ? മോന്തയൊക്കെ മാറി തുടങ്ങി. സംഭവം ഞാൻ കുറച്ച് കാർഡ്ബോർഡ് അപ്പുറത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പയറ്റിയിട്ട് നിർത്തിയപ്പോരെ. ഓഹോ, അപ്പൊ അവരങ്ങനെയാണോ പറഞ്ഞേ? ആ അതെ അവരങ്ങനെയാണ് കഷ്ടപ്പെട്ട്. ആ അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് അങ്ങ് മറ്റേ സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ ശ്വാസം വിടാൻ വേണ്ടി മറ്റേ ഈ പൂച്ചയെ കൊണ്ട് 2 ഓട്ടയിട്ട് കൊടുക്കൂലേ, അത് കൊടുക്കാം. ചേച്ചി ചേച്ചി പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ഞാൻ ഹോംവർക്കും ചെയ്യാം. പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ. സോറി മോളെ, കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ശരിക്കും എന്നെ കൊടുക്കാൻ പോവാണോ? കൊടുത്തു കഴിഞ്ഞല്ലോ. பாரு மும்பை வந்து ரொம்ப நல்ல இடம் பாரு. അതെ, നല്ല വടാപ്പാവും പാവബജിയൊക്കെ കിട്ടും. അടിപൊളിയാ. എന്നാലേ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അമ്മമ്മ, പാറിന് പകരം കിട്ടിയ ബോൾ പെൻ. നല്ല അമ്മൂമ്മേ അമ്മമ്മ ഒന്ന് മാറൂ പ്ലീസ്. ഞാൻ 6 4 3 4 100 ഓക്കെ. ആളവിന് പെട്ടി സെറ്റ് ചെയ്യാം. பாரு உனக்கு கடைசியா இந்த வீட்ல இருந்து என்ன சாப்பிடுறதுக்கு வேணும்ப்பா? എനിക്കൊന്നും വേണ്ട. വയ്യ.